Good morning, all of you. Good morning. Today we are going to learn basic science. Okay. All of you take textbook page number 220. Okay. Page number 220. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസ് നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? സീഡ് ഡിസ്പെർസൽ എന്താണെന്ന് പഠിച്ചു അല്ലേ? സീഡ് ഡിസ്പെർസൽ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ? ഡിസ്പെർസൽ ബൈ wind, water, animals and birds, പിന്നെ എന്തായിരുന്നു explosion അല്ലേ? അറിയാമോ അപ്പോൾ എങ്ങനെയാണ് സീഡ് ഡിസ്പെർസൽ, എന്താണ് സീഡ് ഡിസ്പെർസൽ എന്നുള്ള കാര്യം? ഓക്കേ. പിന്നെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പറഞ്ഞേ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഗ്രോയിങ് ക്രോപ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഓക്കേ. അപ്പോൾ അതിൽ നമ്മൾ എന്താ ഖാരിഫ് ക്രോപ്സ് പഠിച്ചു, റാബി ക്രോപ്സിനെ കുറിച്ചും പഠിച്ചു അല്ലേ? അതിനകത്തുള്ള അതിൽ വരുന്ന എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ്. എന്താണ് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് അല്ലേ? അപ്പോൾ ഫാമേഴ്സിനെ കുറിച്ചും അവർ ചെയ്യുന്ന അല്ലെ അഗ്രികൾച്ചറിൽ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ അഗ്രികൾച്ചറിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, എന്തൊക്കെ മെത്തേഡ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അത് നോക്കിക്കേ. പീപ്പിൾ ഹു ഗ്രോ ക്രോപ്സ് ആർ കോൾഡ് ഫാമേഴ്സ് അല്ലേ? എന്താണ് നമ്മുടെ വിളകളൊക്കെ വളർത്തിയെടുക്കുന്ന ആളുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാമേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോ ഫാമേഴ്സ് ആരാണ്? നമ്മുടെ ക്രോപ്സ് ഒക്കെ വളർത്തിയെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാമേഴ്സ് അല്ലേ? എന്താണ് ഫാമേഴ്സ് അല്ലേ? പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്ത് വളർത്തിയെടുക്കുന്നു. അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫാമേഴ്സ്. ഓക്കേ, അറിയാമോ ഫാമേഴ്സ്? അറിയാം. അപ്പോൾ they are the backbone of the country അല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ബാക്ക്ബോൺ അല്ലേ? നട്ടെല്ലെന്ന് തന്നെ പറയുന്നത് എന്താണ്? നമ്മുടെ ഫാമേഴ്സ് ആണ് അല്ലേ? അവർ എന്ത് ചെയ്യുന്നു? ധാരാളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് എന്ത് ചെയ്തെടുക്കുന്നു? ഗ്രോ ചെയ്തെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രിയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ആരാണ്? ഫാമേഴ്സ് ആണ് അല്ലേ? അവർ കൃഷി ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഫുഡ് ഐറ്റമായിട്ട് ധാരാളം പ്രോഡക്ട്സ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ? അപ്പോൾ ഫാമേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ലഭിക്കുമോ? ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഫാമേഴ്സ് ഒരു കൺട്രിയുടെ ബാക്ക്ബോൺ ആണെന്ന് പറയാം. ഓക്കേ, they work very hard to grow a healthy crop അല്ലേ? ഒരു നല്ല അല്ലേ ആരോഗ്യപരമായ ഒരു ക്രോപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നു അല്ലേ? ഇപ്പൊ നട്ടതിന് ശേഷം അവർ വിളവെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ അവരെ നോക്കുന്നുള്ളൂ അല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നൽകി അതിന് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നു അല്ലേ? അതിന് വേണ്ടി അവർ നല്ല ഹാർഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. Farming involves lots of care at every stage of cultivation അല്ലേ? ഫാമേഴ്സ് ഓരോ സ്റ്റേജിലും ഒരു ചെടി വളർന്ന് വരുന്ന ഓരോരോ സ്റ്റേജിലും എന്താണ് നല്ല രീതിയിലുള്ള കെയർ ഒരു പ്ലാന്റിന് കൊടുക്കും. എങ്കിൽ മാത്രമേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ക്രോപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാമേഴ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. Farmers know everything about the crop which they grow, about the soil, the climate and the season അല്ലേ? ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് ആ ഒരു ക്രോപ്പിനെ കുറിച്ച്, ഒരു വിളയെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അതിനെക്കുറിച്ചുള്ള നോളജ് അവർക്കുണ്ട്. ഈ ഒരു ക്രോപ്പ് ഏതൊരു ടൈമിൽ അല്ലെങ്കിൽ ഏതൊരു ക്ലൈമറ്റിൽ ആണ് ഇത് നടേണ്ടത് അല്ലേ? ഏത് സമയത്ത് ഇതിനെ വിളവെടുപ്പ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ അല്ലേ? ഇതിന് വേണ്ടുന്ന സോയിൽ ഏതാണ്? ഏത് സോയിലാണ് ഇവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വളരുന്നതിന് ബെറ്റർ ആയിട്ടുള്ള സോയിൽ ഏതാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കറിയാം? ഫാമേഴ്സിനറിയാം. Farmers know everything about the crop which they grow, about the soil, the climate and the season. അതിനനുസരിച്ച് മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്? വിത്ത് നടാറുള്ളതും ഒക്കെ ചെയ്യാറുള്ളത്. They choose healthy seeds for cultivation അല്ലേ? അവര് നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്സ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? നടാറുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലേ? Then they plough the fields to loosen the soil before sowing the seeds അല്ലേ? അവര് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെടുക്കുന്നു? സീഡ്സ് എടുക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? അതിനുശേഷം അവർ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്ലഫ് അല്ലേ? നമ്മുടെ മണ്ണ് എന്ത് ചെയ്യുന്നു? ഇളക്കി എടുക്കുന്നു. അതിന് എന്ത് ചെയ്തെടുക്കുന്നു? അയവുള്ളതാക്കുന്നു അല്ലേ? കട്ടിയായിട്ട് കിടക്കുന്ന മണ്ണൊക്കെ
അതിനെ എന്താക്കി മാറ്റുന്നു? ഒരു സ്മൂത്ത് ആയിട്ടുള്ള സോയിലാക്കി മാറ്റുന്നു. ഇതിന് ശേഷമല്ലേ നമ്മൾ നടാറുള്ളത്? Okay. They choose healthy seeds for cultivation. Then they plough the fields to loosen the soil before sowing the seeds. സീഡ് നടുന്നതിന് മുന്നേ അവർ എന്ത് ചെയ്യുന്നു? വയലുകളൊക്കെ അയാൾ എന്ത് ചെയ്യുന്നു? ഉഴുത് മറിച്ച് മണ്ണ് എന്താക്കി മാറ്റുന്നു? അയവുള്ളതാക്കുന്നു. Fertilizers and manure are added to the soil to make it rich in minerals. അത് മാത്രമാണ് ചെയ്യുന്നത്. അത് എന്തൊക്കെ ചെയ്യാറുണ്ട് മണ്ണില്? മണ്ണിൽ ഫെർട്ടിലൈസേഴ്സ് ചേർക്കാറുണ്ട്, മാനുവർ ചേർക്കാറുണ്ട്. എന്താണ്? രാസവളങ്ങളോ പിന്നെന്താണ്? വളവും. ഫെർട്ടിലൈസേഴ്സ് എന്താണ്? രാസവളവും അതോടൊപ്പം തന്നെ മറ്റുള്ള വളങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് മണ്ണില് ഒരു വിത്ത് എന്ത് ചെയ്യുന്നത്? നടുന്നത്. Farmers use two types of fertilizers. Fertilizers ആയിട്ട് നമ്മുടെ farmers യൂസ് ചെയ്യുന്ന two types of fertilizers ആണ്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. Organic fertilizers, second one എന്താണ്? Chemical fertilizers. First one ആണ് fertilizers നമ്മുടെ farmers എന്ത് ചെയ്യുന്നുണ്ട്? soil എന്ത് ചെയ്യുന്നുണ്ട്? ഇടാറുണ്ട്. അപ്പോൾ fertilizers ആയിട്ട് ഒരു മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? Organic fertilizers. ഏതാണ്? First one ഏതാണ്? പറഞ്ഞേ. Organic fertilizers. Organic fertilizers. Second one ആണെന്ന് പറയുന്നത് പറഞ്ഞേ chemical fertilizers. ഏതാണ്? Chemical fertilizers. Chemical fertilizers. Chemical fertilizers. അപ്പോൾ മെയിൻ ആയിട്ട് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്സ് ആണ്? ഓർഗാനിക്കും ഉണ്ട്, പിന്നെ എന്തുണ്ട്? കെമിക്കലും ഉണ്ട്. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ. ഫസ്റ്റ് വൺ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. These are natural fertilizers or manure. Manure is obtained from waste of animals and from dead plants and animals. Organic fertilizers എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ്. അത് യാതൊരു കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. എന്തെന്ന് പറയുന്നത്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ. Manure is obtained from waste of animals. ഇത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ആനിമൽസിന്റെ വേസ്റ്റ്. പിന്നെന്താണ്? And from dead plants and animals. ഡെഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ പ്ലാന്റ്സ് വഴിയും അതോടൊപ്പം തന്നെ ആനിമൽസിന്റെ വേസ്റ്റ് വഴിയൊക്കെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? നാച്ചുറൽ ആയിട്ടൊരു കാര്യമാണ്. യാതൊരു പ്രശ്നം നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാകുന്നില്ല. അല്ലേ? ഓക്കെ. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. അല്ലേ? ഡെഡ് ആനിമൽസിന്റെ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്നൊക്കെ ലഭിക്കുന്ന വേസ്റ്റ് ആണ് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അത് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് എന്ന് പറയുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അല്ലേ? എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയാണ് നോക്കിക്കേ. These are man-made or artificial fertilizers. ഇതെന്ന് പറയുന്നത് എന്താണ്? man-made ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ആയിട്ട് ഒന്നാണ്. എന്ന് പറയുന്നത് ഓർഗാനിക് എന്ന് പറയുന്നത്. അതേസമയം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? man-made ആണ്. കെമിക്കൽ എന്ന് പറയുന്നത് എന്താണ്? man-made ആണ്. man-made ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. These are man-made or artificial. കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. യൂറിയ, നൈട്രേറ്റ്സ്, സൂപ്പർ ഫോസ്ഫേറ്റ് ആൻഡ് അമോണിയ ആർ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിക്കേ. യൂറിയ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യൂറിയ. പിന്നെ സെക്കൻഡ് വൺ ആണ് നൈട്രേറ്റ്സ്. പിന്നെ തേർഡ് വൺ സൾഫർ ഫോസ്ഫേറ്റ് ആൻഡ് അമോണിയ ആർ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? യൂറിയ, നൈട്രേറ്റ്, സൾഫർ ഫോസ്ഫേറ്റ്, പിന്നെ എന്താണ്? അമോണിയ. ഇതൊക്കെ എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ്? ആർട്ടിഫിഷ്യൽ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? man-made ആണ്. അതിന് എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാം. യൂറിയ, നൈട്രേറ്റ്, സൾഫർ ഫോസ്ഫേറ്റ് ആൻഡ് അമോണിയ. ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. ഓക്കെ. once the field ready, the seeds are sown. ഇപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രോപ്പിനെ കണ്ടെത്തി എന്താണ് ചെയ്തത്? നമ്മുടെ സോയിൽ എല്ലാം എന്ത് ചെയ്തു? ലൂസനാക്കി എന്താണ്? അയവുള്ളതാക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതില് എന്ത് ആഡ് ചെയ്തു? ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്തു. ഓർഗാനിക് ആയിട്ടുള്ള കെമിക്കൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇനി എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? The seeds are sown. ഫീൽഡ് എല്ലാം
and new plants start growing. ഇതിന് ശേഷം എന്താ സംഭവിക്കുക? നമ്മള് അതിൽ നിന്നും സീഡ്സിൽ നിന്നും പുതിയ പ്ലാന്റുകൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ വാങ്ങും അല്ലെ ഒരു സീഡിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അവർക്ക് വേണ്ടുന്ന അറ്റ്മോസ്ഫിയറും അതോടൊപ്പം തന്നെ വാമും സൺലൈറ്റും ഒക്കെ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? സീഡ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. പുതിയൊരു പ്ലാന്റ് എന്ത് ചെയ്യും? അവിടെ ഗ്രോ ചെയ്യും. As the seedling grow, crops have to be protected from pests and grazing animals. അല്ലേ? ഇങ്ങനെ നമ്മുടെ സീഡിൽ നിന്ന് പുതിയൊരു മുള വന്നു, പുതിയൊരു പ്ലാന്റ് കൃഷി വരികയാണ് അല്ലേ? അവിടെ ഗ്രോ ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾ ഈ ക്രോപ്പിനെ പെസ്റ്റിൽ നിന്നും അല്ലെ അണുക്കളിൽ നിന്നും അതോടൊപ്പം തന്നെ ആനിമൽസിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യണം? രക്ഷ നേടണം അല്ലേ? അവരെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. Pesticides are used to kill pests that harm crops. അല്ലേ? ഈ പെസ്റ്റിസൈഡ്സ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈ വിളയെ ക്രോപ്പിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വന്ന് എന്ത് ചെയ്യും? ഇതിനെ നശിപ്പിച്ച് കളയും. പിന്നെ അത് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഈ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് നല്ല കാര്യമൊന്നുമല്ല ഇത് യൂസ് ചെയ്യുന്നത്. Insecticides are used to kill insects like caterpillars, locusts and grasshoppers that damage crops and hinder productivity. നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ക്രോപ്പിലേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ നമ്മുടെ ക്രോപ്പിന്റെ വളർച്ചയും എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. ഇത് മറ്റുള്ള പ്രാണികളിൽ നിന്നും രക്ഷിക്കുമെങ്കിലും നമ്മുടെ ക്രോപ്പിനെ രക്ഷിക്കുമെങ്കിലും പക്ഷെ നമ്മുടെ ക്രോപ്സിന് എന്താണിത്? ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിന്റെ പ്രൊഡക്ടിവിറ്റി തന്നെ എന്ത് ചെയ്യും? വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. The crops are harvested and stored once ready. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്രോപ്പിനെ പ്രൊട്ടക്ട് ചെയ്ത് നല്ല രീതിയിൽ വളർത്തിയെടുത്തു. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ക്രോപ്പിൽ നിന്നും വിളവെടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒരിടത്ത് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം അല്ലെ? സംരക്ഷിച്ചു വെക്കണം. The harvested crops are kept safe from moisture and pests like rats, moles, squirrels, birds and insects. അല്ലേ? ഈ നമ്മൾ വിളവെടുത്ത ഈ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഹാർവെസ്റ്റഡ് ക്രോപ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? മോയ്സ്ചറിൽ നിന്നും അതുപോലെ തന്നെ പെസ്റ്റസ് ആയിട്ടുള്ള റാറ്റ്, മോൾസ്, സ്ക്വിറൽസ്, ബേർഡ്സ് ഇവരിൽ നിന്നും എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ച് വെച്ചിരിക്കണം. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ക്രോപ്സിനെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ഇതെന്ന് വെച്ചാൽ നല്ലൊരു പ്രോസസ്സ് തന്നെയാണ്. നന്നായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു എന്ത് ലഭിക്കുകയുള്ളൂ? നല്ലൊരു ക്രോപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല വർക്കായിട്ടുള്ള ഒരു കാര്യമാണ് അഗ്രികൾച്ചർ ഫീൽഡ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ? മെച്ചമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? വളരെ വലിയൊരു ഡ്യൂട്ടി തന്നെയാണ് അല്ലെ? അത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രോപ്പിനെ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെ? ഓക്കെ, അപ്പോൾ ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അത് എങ്ങനെയാണ് ഒരു ക്രോപ്പിനെ വളർത്തിയെടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? പ്ലാന്റ്സിന്റെ ജെർമിനേഷൻ, അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലാണ് ജെർമിനേറ്റ് ചെയ്യുന്നത്, സീഡിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണ്, പിന്നെ എന്ത് പറഞ്ഞു? ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഫാമേഴ്സ് ആൻഡ് മെത്തേഡ്സ് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നല്ലേ ആണ് അല്ലേ? പ്ലാന്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസ് ചെയ്താലോ? ഓക്കെ, പേജ് നമ്പർ 226. ഓക്കെ, ഫസ്റ്റ് വൺ fill in the blanks ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലോ. പറയാം, ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ fill in the blanks. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് വൺ, new plants grow from different parts of the dash plant. എന്താ പറഞ്ഞിരിക്കുന്നത്? new plants grow from different parts of the dash plant. ഒരു ന്യൂ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത് ഒരു എന്താണ്? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ആരുടേതാണ്? മദർ പ്ലാന്റ് അല്ലേ? മദർ പ്ലാന്റ് ഡിഫറെന്റ് പാർട്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഒരു ന്യൂ പ്ലാന്റ് എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് നമുക്ക് പറയാം അല്ലേ? പ്ലാന്റ്സ് എന്താണ് പറഞ്ഞേ? എന്താണ്? മദർ പ്ലാന്റ് അല്ലേ? എന്താണ്?
water and നമ്മൾ പറഞ്ഞു സീഡ് ജെർമിനേറ്റ് ചെയ്തതിന് അവന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് എമൗണ്ട് ഓഫ് എയർ, വാട്ടർ ആൻഡ് പിന്നെ നമ്മൾ എടുത്തത് വാം അല്ലേ. ഓക്കെ, അപ്പൊ റൈറ്റ് ചെയ്ത് എന്താണ്? വാം. ഓക്കെ, റൈറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, അപ്പൊ ഫോർത്ത് വൺ നോക്കാം. നോക്കിക്കേ, wind, water, fruit explosions and animals help in the dash of seeds. എന്താണ് പറഞ്ഞിരിക്കുന്നത്? wind, water, fruit explosions and animal helps in the dash of seeds. seeds ന് എന്തിനു വേണ്ടിയിട്ടാണ് വിൻഡും അതോടൊപ്പം തന്നെ നമ്മുടെ വാട്ടറും ഫ്രൂട്ട് എക്സ്പ്ലോഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ഡിസ്പേഴ്സൽ അല്ലേ. ഡിസ്പേഴ്സൽ ഓഫ് സീഡ് അല്ലേ. ഡിസ്പേഴ്സൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? റൈറ്റ് ചെയ്തല്ലോ. റൈറ്റ് ചെയ്തല്ലോ. ഓക്കേ, നെക്സ്റ്റ് നോക്കിക്കേ. different crops grow in different kinds of different ആയിട്ടുള്ള ക്രോപ്സ് ഗ്രോ ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോയിൽ അല്ലേ. ഡിഫറെന്റ് ആയിട്ടുള്ള സോയിൽ അല്ലാണ്ട് നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോപ്സ് എല്ലാവരും ഒരു സോയിൽ തന്നെയാണോ ഗ്രോ ചെയ്യുന്നത്? അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോപ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള സോയിൽ തന്നെ വേണം. ഓക്കെ, എന്താണ് അവിടെ? സോയിൽ. റൈറ്റ് ചെയ്തത് എല്ലാവരും എന്താണ്? സോയിൽ. ഓക്കെ, റൈറ്റ് ചെയ്തല്ലോ. നെക്സ്റ്റ് നോക്കാം. seeds, growing crops and harvested crops need to be protected from harmful dash and other animals. എന്താ പറയുന്നത്? seeds, growing crops and harvested crops അല്ലേ. നമ്മുടെ വിത്തുകൾക്കായാലും അതോടൊപ്പം തന്നെ ഗ്രോ ചെയ്ത ക്രോപ്പ് ആയാലും ശരി തന്നെ വിളവെടുത്ത ക്രോപ്സ് അല്ലേ, ഹാർവെസ്റ്റഡ് ക്രോപ്സ് ആയാലും ശരി തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. എവിടെ നിന്നും? harmful dash and other animals. harmful ആയിട്ടുള്ള എന്താണ്? ഇൻസെക്ട്സിൽ നിന്നും ആനിമൽസിൽ നിന്നും. ഓക്കേ, അപ്പോൾ റൈറ്റ് ചെയ്ത് എന്താണ്? ഇൻസെക്ട്സ്. എന്താണ്? ഇൻസെക്ട്സ്. റൈറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കേ, ഇത് ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിക്കാൻ നോക്കി. ഫസ്റ്റ് വൺ, new plants grow from different parts of the mother plant. Second one, most plants reproduce through seeds. Third one, seed germinates only when it gets the right amount of air, water and warmth. Fourth one, wind, water, fruit explosions and animals help in the dispersal of seeds. Fifth one, different crops grow in different kinds of soil. Sixth one, seeds, growing crops and harvested crops need to be protected from harmful insects and other animals. Okay, അപ്പോൾ ഞാൻ കറക്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കേ, അപ്പോൾ സെക്കൻഡ് വൺ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടി ഉള്ള പഠിക്കാം അല്ലേ. why should we use chemical pesticides and insecticides with caution അല്ലേ. അപ്പോൾ ദീസ് ഈ വീഡിയോയുടെ കൂടെ തരുന്നുണ്ട്, അതെല്ലാം എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കേ, തേർഡ് വൺ നോക്കാം. give two examples for each of the following. തന്നിരിക്കുന്നതിലേക്ക് two examples ഇതും റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൽ തന്നിരിക്കുന്നവയ്ക്ക് two examples റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കേ, ഫസ്റ്റ് ആണ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് വൺ, seeds dispersed by wind. wind വഴി seed dispersed ആവുന്ന എക്സാമ്പിൾസ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പറഞ്ഞു പഠിച്ചാണല്ലോ. dispersed by wind ൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? dandelion, പിന്നെ എന്താണ്? mother അല്ലേ. റൈറ്റ് ആണ്. dandelion, പിന്നെ എന്താ പറയാ? mother. ഓക്കേ, നമ്മൾ പഠിച്ചതാണല്ലോ seed dispersal by എന്താണ്? wind. സെക്കൻഡ് വൺ നോക്കിക്കേ, seeds dispersed by water. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇതാണ് ലോട്ടസ് ഫ്രൂട്ട്, പിന്നെ എന്താ പറയാ? കോക്കനട്ട് അല്ലേ. റൈറ്റ് ചെയ്ത് എന്താണ്? ലോട്ടസ് ഫ്രൂട്ട്, പിന്നെ എന്താണ്? കോക്കനട്ട്. എന്താണ്? കോക്കനട്ട്. ലോട്ടസ് ഫ്രൂട്ട്, കോക്കനട്ട് ഇതിന്റെ എക്സാമ്പിൾ ആണ് dispersal by water. ക്ലിയർ? തേർഡ് വൺ നോക്കിക്കേ, seeds dispersed by fruit explosion. fruit explosion അല്ലേ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? എന്തൊക്കെ പറയാം? പോപ്പി, പീ അല്ലേ. എന്താണ്? പോപ്പി, പിന്നെ എന്താ പറയാം? എന്താണ്? പീ. ഓക്കേ, എന്താണ്? fruit explosion എക്സാമ്പിൾ ആണ്. ഫോർത്ത് വൺ നോക്കിക്കേ, seeds dispersed by animals. animals വഴി seed dispersed ആവുന്ന എക്സാമ്പിൾ എന്ന് പറയാം?
structure by animals. അല്ലേ? Okay, അപ്പോൾ examples മനസ്സിലായോ? ഐഡിയ എല്ലാവരും നമ്മൾ പഠിച്ച കാര്യം തന്നെയാണോ? Okay, അപ്പോൾ examples ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയണം. Okay, examples ചോദിക്കുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. Okay, അടുത്ത നോക്കിക്കേ fifth one. അത് fifth one എന്താ പറഞ്ഞിരിക്കുന്നത്? Kharif crops example പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേ Kharif crops example എന്തൊക്കെ പറയാം? എന്തൊക്കെ പറയാം Kharif crops-ന്? പറഞ്ഞേ. റൈസ്, maize. അല്ലേ? ഇതാണ് റൈസ്. പിന്നെന്താണ്? maize. റൈസ്, maize. ഇതിന്റെ എക്സാമ്പിൾ ആണ് Kharif crops-ന് എക്സാമ്പിൾ ആണ്. ഇതിനാണ് Kharif crops-ന് എക്സാമ്പിൾ ആണ്. ഓക്കേ, ക്ലിയർ? 6th one നോക്കിക്കേ Rabi crops. Rabi crops എക്സാമ്പിൾ എന്ന് പറയാം. പറഞ്ഞേ. Rabi crops wheat, gram. അല്ലേ? ഇതാണ് wheat. പിന്നെന്താണ്? gram. wheat പിന്നെന്താണ്? gram. ഓക്കേ, അപ്പോൾ Rabi crops എക്സാമ്പിൾസ് വെച്ച് എന്തൊക്കെ പറയാം? wheat, gram. Kharif crops നോ rice, maize. Next one നോക്കിക്കേ സാറിന് എന്താ പറഞ്ഞിരിക്കുന്നത്? Plants that reproduce from stem cutting. Stem cutting വഴി reproduce ചെയ്യുന്ന plants എന്തൊക്കെ പറയാം? തന്നെ ginger, potato. അല്ലേ? ഇതാണ് ginger. Second one എന്ത് പറയാം? potato. അല്ലേ? ginger. Second one എന്ത് പറയാം? potato. ഓക്കേ, next one നോക്കാം. Plants that grow in clay soil. Clay soil grow ചെയ്യുന്ന plant എക്സാമ്പിൾ പറഞ്ഞേ. എന്താണ്? groundnut, onion. അല്ലേ? ഇത് പറയാം groundnut, onion. groundnut, onion. ഓക്കേ, പറഞ്ഞല്ലോ? അറിയാമോ? Kharif crops ആണ് rice, maize. Rabi crops എക്സാമ്പിൾ wheat, gram. നമ്മൾ സ്റ്റെമ്മിൽ കട്ട് ചെയ്ത് പ്ലാന്റ് വളർത്തുന്ന എക്സാമ്പിൾ പറയാം ginger, potato. clay soil വളരുന്ന പ്ലാന്റ്സ് എക്സാമ്പിൾ groundnut, onion. ഓക്കേ, മനസ്സിലായോ? കണ്ടിട്ട് റൈറ്റ് ചെയ്തോ? നമ്മൾ നോക്കിക്കേ seeds dispersed by wind. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞേ? dandelion, mother. Second one, seeds dispersed by water. എക്സാമ്പിൾ എന്ത് പറയാം? lotus fruit, coconut. Third one, seeds dispersed by fruit explosion. എക്സാമ്പിൾ എന്ത് പറയാം? poppy, tea. Fourth one, seeds dispersed by animals. എക്സാമ്പിൾ എന്ത് പറയാം? lady's finger, tomato. Fifth one, Kharif crops. Examples എന്ത് പറയാം? rice, maize. Sixth one, Rabi crops example എന്ത് പറയാം? wheat, gram. Seventh one, plants that reproduce from stem cutting. എന്ത് പറയാം? ginger, potato. Eighth one, plants that grow in clay soil. Example എന്ത് പറയാം? groundnut, onion. ഓക്കേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ എക്സസൈസ് ആയിട്ടുള്ളത്. എല്ലാവരും റൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ? ഓക്കേ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇത് പഠിക്കുകയും കൂടെ വേണം. എക്സാമ്പിൾസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്പെല്ലിംഗ് എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കേ, അപ്പോൾ മിസ്സിന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായാലോ? ഫില്ലപ്പ് എല്ലാവരും പഠിച്ചിരിക്കണം. മിസ് അടുത്ത ദിവസം വിളിക്കുമ്പോൾ ചോദിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് സഹിതം എല്ലാം ചോദിക്കുന്നതായിരിക്കും. സ്പെല്ലിംഗ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ശരിയല്ലോ? അപ്പോൾ മിസ്സിന് പഠിപ്പിച്ച ബിസിനസിന്റെ ചാപ്റ്റർ മനസ്സിലായല്ലോ? ഓക്കേ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കേ, അപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കേ, അപ്പോൾ താങ്ക് യു. Good morning to all. ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ ക്ലാസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മുടെ ചാപ്റ്റർ ഏതായിരുന്നു? കമ്പ്യൂട്ടർ മെമ്മറി. അല്ലേ? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി. അല്ലേ? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുടെ ഹൈറാർക്കി എന്ന് പറയുന്നത് എന്തുപോലെയാണ് പഠിച്ചു? ഒരു പിരമിഡ് പോലെയാണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പിരമിഡ് പോലെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറികൾ പരിചയപ്പെട്ടവരൊക്കെയാണ് രജിസ്റ്റർ, ക്യാഷെ മെമ്മറി, മെയിൻ മെമ്മറി, ഹാർഡ് ഡിസ്ക് ആൻഡ് മാഗ്നറ്റിക് ടേപ്പ്. അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? രജിസ്റ്റർ, ക്യാഷെ മെമ്മറി എന്താണ്, മെയിൻ മെമ്മറി എന്താണ്, ഹാർഡ് ഡിസ്ക് എന്താണ്, മാഗ്നറ്റിക് ടേപ്പ്, ഇവയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടർ മെമ്മറി. അല്ലേ? കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത് എന്തുപോലെയാണ്? സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പിരമിഡ് പോലെയാണ് നമ്മൾ പഠിച്ചു.
കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റോറേജ് സൈസ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റോറേജ് സൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ അല്ല, ഭാഗമല്ല. അതുകൊണ്ട് നമ്മളത് തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറിയാണ്. എന്താണ്? ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി, അതായത് പേജ് നമ്പർ 8 കേട്ടോ. അതായത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ആണെന്ന് കേട്ടോ. ഇതാണ് ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഹൈറാർക്കി, കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഹൈറാർക്കി നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറിയാണ്. ഓക്കെ, there are two types of computer memory. ഏതൊക്കെയാണ്? Mainly primary memory and secondary memory. പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിന്റെ മെമ്മറി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഏതാണ്? പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അപ്പൊ പറഞ്ഞേ, there are two types of computer memory. Mainly ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രൈമറി മെമ്മറിയെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രൈമറി മെമ്മറിയെ കുറിച്ചാണ്. എന്താണ് പ്രൈമറി മെമ്മറി? നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിന് പ്രധാനമായിട്ടും രണ്ട് മെമ്മറിയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഇനി നമ്മൾ എന്താണ് പ്രൈമറി മെമ്മറി എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പ്രൈമറി മെമ്മറി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? റാം എന്നും റോം എന്നും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രൈമറി മെമ്മറി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രൈമറി മെമ്മറി എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പ്രൈമറി മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ പ്രൈമറി മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ കമ്പയർസ് ഓഫ് റാം. റാം എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. ഓക്കെ, റോം എന്ന് വെച്ചാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറി എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈമറി മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ കമ്പയർസ് ഓഫ് റാം ആൻഡ് റോം. ഈ പ്രൈമറി മെമ്മറി തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ. എങ്ങനെയാണ്? റാം എന്നും റോം എന്നും. എങ്ങനെയാണ്? റാം എന്നും റോം എന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി മെമ്മറി പ്രൈമറി മെമ്മറി എന്നും കമ്പ്യൂട്ടർ മെമ്മറി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്? പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. ഈ പ്രൈമറി മെമ്മറി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റാം എന്നും റോം എന്നും. അപ്പൊ എന്താണ് റാം, എന്താണ് റോം എന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട്. റാമിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാമിന്റെ ഫുൾ ഫോം. റീഡ് ഓൺലി മെമ്മറി എന്നാണ് റീഡ് ഓൺലി മെമ്മറി എന്നാണ് റോമിന്റെ ഫുൾ ഫോം. അപ്പം പ്രൈമറി മെമ്മറി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? റാം എന്നും റോം എന്നും. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാം ആണ്. അല്ലെ, റാമിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, റാമിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ റാൻഡം ആക്സസ് മെമ്മറി. RAM hold the data currently being worked by the CPU. അതായത് CPU ന് പ്രവർത്തിക്കാൻ, അല്ലേ, അത് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്? അതിന് എന്താവശ്യമാണ്? ഡേറ്റാസ് ആവശ്യമാണ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക മെമ്മറിയിൽ എന്താണ്? മെമ്മറിയാണ് നമ്മൾ റാം എന്ന്. അതായത് കമ്പ്യൂട്ടറിൽ ഇപ്പോൾ പ്രവർത്തിക്കാൻ എന്താണ്? അത് റാമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഡേറ്റകൾ സൂക്ഷിക്കുന്നത്. അപ്പൊ എന്താ പറയുക? പ്രൈമറി മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ കമ്പയർസ് ഓഫ് റാം hold the data currently being worked by the CPU. അതായത് CPU ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റ റാം എന്ത് ചെയ്യുന്നു? റാം കൈവശം വയ്ക്കുന്നു. അപ്പൊ റാം CPU ന് പ്രവർത്തിക്കാൻ എന്താണ്? അതിന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഡേറ്റ അത് കൈവശം വയ്ക്കുന്ന ആരാണ്? റാം ആണ്. അല്ലേ, നമ്മൾ പറഞ്ഞു പ്രൈമറി മെമ്മറി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റാം എന്നും റോം എന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? റാമിനെ കുറിച്ചാണ്. റാമിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ റാൻഡം ആക്സസ് മെമ്മറി. എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാമിന്റെ ഫുൾ ഫോം. ഇനി റാം എന്താണെന്നാണ് പറയുന്നത്? റാം ഹോൾഡ് ദ ഡേറ്റ കറന്റ്ലി ബീങ് വർക്ക്ഡ് ബൈ ദി CPU. ൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡേറ്റ, അല്ലേ, ഡേറ്റ കൈവശം വെക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുന്നത് എവിടെയാണ്? റാമിലാണ്. അതായത് ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഡേറ്റാസ് ആവശ്യമാണ്. എന്താണ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഡേറ്റ, അല്ലേ, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഡേറ്റ താൽക്കാലികമായിട്ട് എവിടെയാണ് സൂക്ഷിക്കുന്നത്? റാമിലാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ എങ്ങനെ പറയാം? CPU ൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡേറ്റകൾ റാം ആണ് എന്ത് ചെയ്യുന്നത്? റാമാണ്
data to the RAM അല്ലേ? റാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റകൾ വായിക്കാനും എഴുതാനായിട്ട് നമുക്ക് റാമിൽ സാധിക്കും. CPU-ൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഡേറ്റകൾ കൈവശം വെക്കുന്നത് റാമാണ്. അതുപോലെ റാമിൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഡേറ്റകൾ എഴുതാനും വായിക്കാനും നമുക്ക് സാധിക്കുന്നു. Notice the essence. The RAM is a transient. Read and write data. By essence, the RAM is a transient, ensuring that the information stored it will be remaining as long as the power turned on to on. അതായത് എന്താണ്? കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന സമയത്ത് അതിന് സംഭരിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ റാമിൽ സൂക്ഷിക്കുന്നു അല്ലേ? കമ്പ്യൂട്ടർ ഓൺ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് എന്തൊക്കെ വിവരങ്ങളാണോ അതിനകത്തുള്ളതെന്ന് വെച്ചാൽ ആ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? റാം സൂക്ഷിച്ചു വയ്ക്കുന്നു. അടുത്തൊക്കെ which means the information stored will be lost as soon as the power is turned off. അസമയം എന്താണ്? പവർ ഓഫ് ചെയ്യുന്ന ടൈമിൽ അല്ലേ? അതായത് കമ്പ്യൂട്ടർ ഓഫ് ആക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നു? അത് ആ വിവരങ്ങൾ നമുക്ക് നഷ്ടമാവുകയും ചെയ്യുന്നു. അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ ആ ഡാറ്റകൾ റാമിൽ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. കമ്പ്യൂട്ടർ ഓഫ് ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് സ്വാഭാവികമായിട്ട് അത് റാമിൽ നിന്നത് നഷ്ടമാവുകയും ചെയ്യുന്നു. RAM storage capacity affect the computer performance. More than RAM capacity, faster the computer will be. അല്ലേ? എന്താണ്? അതായത് റാമിന്റെ ശേഷി റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അതിന് കമ്പ്യൂട്ടർ കൂടുതൽ പ്രവർത്തനക്ഷമത ആകുന്നത്. റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ റാമിന്റെ പ്രവർത്തനം എന്താണ്? അല്ലെങ്കിൽ അതിന്റെ ശേഷി എന്ന് പറയുന്നത് കുറവാണെങ്കിൽ അതിന്റെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം എന്തായിരിക്കും? അതിന് കുറച്ചേ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ റാമിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നു? കമ്പ്യൂട്ടറിന് സാധിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് റാം ആണ്. റാം എന്താണെന്ന് പറഞ്ഞു? അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുമ്പോൾ ഉള്ള എന്താണ് ഡേറ്റാസ് കാര്യങ്ങളൊക്കെ കൈവശം വെക്കുന്ന ആരാണ്? റാമാണ്. പിന്നെ റാം എന്താണ്? എഴുതാനും വായിക്കാനും നമുക്ക് സാധിക്കുന്നില്ലേ? അങ്ങനെ പറയാം. read and write the data to the RAM. പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്? RAM is a transient, ensuring that the information stored will be remaining as long as the power of turned on. Play. It is violated, which means information stored will be lost as soon as the power is turned off. അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റാസ് എന്ത് ചെയ്യുന്നു? അത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ മൊത്തം എന്ത് ചെയ്യുന്നു? അത് റാമിൽ സൂക്ഷിക്കുന്നു അല്ലേ? എപ്പോൾ കമ്പ്യൂട്ടർ ഓഫ് ആകുന്നു അപ്പോൾ എന്ത് ചെയ്യും? ആ വിവരങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് റാമിൽ എന്ത് ചെയ്യുന്നു? നഷ്ടമാവുകയും ചെയ്യുന്നു. പിന്നെ എന്താ? കമ്പ്യൂട്ടറിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിന്റെ റാമിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിന്റെ കമ്പ്യൂട്ടറിന്റെ റാമിന്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇത്രയാണ് നമുക്ക് റാമിനെ കുറിച്ച് പറയാം. റാം എന്ന് പറയുന്നതാണ് പ്രൈമറി മെമ്മറിയെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? റാം എന്നും റോം എന്നും. അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന വിവരങ്ങൾ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് റാം എന്ന് പറയുന്നത്. അത് നമ്മൾ ഓഫ് ആകുമ്പോൾ എന്ത് ചെയ്യും? അത് നഷ്ടമാവുകയും ചെയ്യുന്നു. പിന്നെ എന്താണ്? കമ്പ്യൂട്ടർ അതിനകത്ത് മെമ്മറിയിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. പിന്നെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് ആ റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റോം. പ്രൈമറി മെമ്മറിയെ നമ്മൾ പറഞ്ഞു രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, റാം എന്നും റോം എന്നും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് റോം. അതായത് the ROM is a computer memory chip that contains instruction to boot the computer. അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു മെമ്മറി ചിപ്പാണ് എന്ന് പറയുന്നത് ഈ ROM എന്ന് പറയുന്നത്. The data written on permanently stored and hence it is called a not available memory. ROM loads the operating system. അതായത് കമ്പനി കാലങ്ങളിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് റോമിൽ സാധിക്കുന്നു. നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഡാറ്റകൾ പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് റോമിൽ സാധിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഇതിനെ സ്ഥിരമായ മെമ്മറി എന്ന് നമുക്ക് ആരെ വിളിക്കാം? റോമിനെ വിളിക്കാം. എന്തുകൊണ്ടാണ് അതിന് നമ്മൾ സേവ് ചെയ്യുന്ന ഡാറ്റാസ് എന്ത് ചെയ്യുന്നു? അത് പെർമനന്റ് ആണ്. അത് നഷ്ടപ്പെട്ട് പോകുന്നില്ല. അതെന്താണ്? സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയുന്നു. കിട്ടുന്ന വെച്ചാൽ
സ്റ്റാർട്ട് ചെയ്യാൻ, കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു കമ്പ്യൂട്ടർ മെമ്മറി ചിപ്പാണ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കമ്പ്യൂട്ടർ മെമ്മറി ചിപ്പാണ് എന്ന് പറയുന്നത് ഈ റോം എന്ന് പറയുന്നത്. റോമിൽ എന്ത് ചെയ്യുന്നു? ദ ഡേറ്റ റിട്ടൺ ഓൺ ഇറ്റ് ദ പെർമനന്റ്ലി സ്റ്റോർഡ് അല്ലേ, ഡേറ്റ എന്ത് ചെയ്യുന്നു? പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നത്. ശാശ്വതമായിട്ട് നമുക്ക് ഡാറ്റകൾ സംഭരിച്ച് വെക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയാം? അസ്ഥിരമല്ലാത്ത, സ്ഥിരമായ മെമ്മറി എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? റോമിനെ വിളിക്കുന്നത് എന്താണ്? അസ്ഥിര മെമ്മറി, അസ്ഥിരമല്ലാത്ത മെമ്മറി എന്നാണ്. അസ്ഥിരമല്ലാത്ത എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരമായ മെമ്മറി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. റാമിനെ കുറിച്ചും റോമിനെ കുറിച്ചും പ്രൈമറി മെമ്മറി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, റാം എന്നും റോം എന്നും. റാം എന്ന് വെച്ചാൽ എന്താണ്? RAM hold the data currently being worked by the CPU. It is possible to read and write the data to the RAM. Nevertheless, the RAM is a transient, ensuring that the information stored in it will be remaining as long as the power is turned on. It is vibrating, which means the information stored in it will be lost soon as the power turned off. RAM storage capacity affects the computer performance more than RAM capacity faster the computer will be. അതായത് എന്താണ്? RAM hold the data currently being worked by the CPU. അല്ലേ, CPUവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റകൾ കൈവശം വയ്ക്കുന്നത് എന്താണ്? റാമിലാണ് അല്ലേ. അതായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റകൾ കൈവശം വയ്ക്കുന്നത് റാമിലാണ്. എന്താണ്? അതിൽ നമുക്ക് ഡാറ്റകൾ എഴുതാനും വായിക്കാനുമായിട്ട് സാധിക്കുന്നു. ഏതിലാണ്? റാമിൽ നമുക്ക് എഴുതാനും വായിക്കാനും സാധിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ പ്രവർത്തനമായിരിക്കുന്ന സമയത്ത് എന്താണ്? അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ആ ഡാറ്റ അതിൽ സൂക്ഷിക്കുന്നു. എത്ര നേരം കമ്പ്യൂട്ടർ പ്രവർത്തനം അത്ര നേരം ആ ഡാറ്റകൾ അതിൽ സൂക്ഷിക്കുന്നു. എപ്പോൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നുവോ അല്ലേ, ആ സമയത്ത് അത് ഡാറ്റകൾ നമുക്ക് നഷ്ടമാവുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് പറയുന്നത് അതെന്തിനെ റിലേറ്റഡ് ചെയ്തിരിക്കുന്നു? അതിന്റെ റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അത് റാമിന്റെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ പ്രവർത്തനം എന്ത് ചെയ്യും? കാര്യക്ഷമമായിക്കൊണ്ട് ഇരിക്കും. അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പഠിച്ചതാണ് റോം എന്താണ്? റോം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒന്ന് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്നതിന് അല്ലേ, എന്തിനാണ്? കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന, കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെമ്മറി ചിപ്പാണ് എന്ന് പറയുന്നത് റോം എന്ന് പറയുന്നത്. അതിൽ സേവ് ചെയ്തിരിക്കുന്ന അല്ലേ, അതിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് അതിന് എന്താണ്? പെർമനന്റ് ആണ് അല്ലേ. അതെന്തെയും ആ ഡേറ്റകൾ അത് സ്ഥിരമായിട്ട് സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് പറയാം? ആ റോം എന്ന് പറയുന്നത് അസ്ഥിരമല്ലാത്ത മെമ്മറിയാണ്, സ്ഥിരമായ ഒരു മെമ്മറിയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മള് പ്രൈമറി മെമ്മറിയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് സെക്കൻഡറി മെമ്മറി. എന്താണ് സെക്കൻഡറി മെമ്മറി? പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും രണ്ടായിട്ട് മെമ്മറിയെ തിരിക്കുന്നു പഠിച്ചു. പ്രൈമറി മെമ്മറി നമ്മൾ പഠിച്ചു റാമെന്നും റോമെന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് എന്താണ് സെക്കൻഡറി മെമ്മറി. എന്താണ് സെക്കൻഡറി മെമ്മറി? ഇപ്പൊ എന്താണ് സെക്കൻഡറി മെമ്മറി എന്ന് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. Secondary memory holds the data on a long-term basis. A computer's main memory storage capacity is very limited. Therefore, additional memory is needed, which is known as the secondary memory. അതായത് നമ്മൾ എന്താണ് നമ്മുടെ ഫോണ്, നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ. മൊബൈൽ ഫോണിൽ എന്തുണ്ട്? സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ 2GB ആണ്, 1GB ആണ്, 2GB ഇല്ലേ, 4GB ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ചില ഫോണുകളിൽ കുറവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ എന്താണ് മെമ്മറി കാർഡ് യൂസ് ചെയ്യാറുണ്ട്. ഫോണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോണിന്റെ മെമ്മറി കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് നമ്മൾ മെമ്മറി കാർഡ് യൂസ് ചെയ്യും. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് മെമ്മറി കാർഡിലേക്ക് അത് പെർമനന്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് അതിന്റെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് അത് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേ സെയിം മെത്തേഡ് ആണെന്ന് പറയുന്നത് ഈ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് അല്ലേ. എന്താണ് ദീർഘകാല അടിസ്ഥാനത്തിൽ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. അതായത് പ്രൈമറി മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറവാണ്, ലിമിറ്റഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? വിവരങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യും. എന്താണ് സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യും? അപ്പൊ നോക്കി, the memory
സെക്കൻഡറി മെമ്മറി ഹോൾഡ് ദ ഡേറ്റ ആസ് എ ലോങ് ടേം പ്രോസസ്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഡേറ്റകൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. A computer main memory storage capacity is very limited. അല്ലേ, കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് സെക്കൻഡറി മെമ്മറിയിലേക്ക് അത് സൂക്ഷിച്ചു വെക്കും. അതെന്ത് ചെയ്യും? ഒരുപാട് കാര്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നോക്കിയത് അഡീഷണൽ മെമ്മറി ഈസ് നീഡ്. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റോറേജ് കുറവാണെങ്കിൽ നമുക്ക് അഡീഷണൽ മെമ്മറി ആവശ്യമാണ്. ഈ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറിയാണ് എന്ന് പറയുന്നത് the additional memory is needed which is known as secondary memory. എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിലെ സ്റ്റോറേജ് കുറവാണ്, നമ്മൾ അഡീഷണൽ ആയിട്ട് മെമ്മറി യൂസ് ചെയ്യും. ആ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറിയാണ് എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് ടെക്സ്റ്റ് പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? ഇതൊക്കെ എന്താണ്? സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഫ്ലോപ്പി ഡിസ്ക്, CD, സ്റ്റോറേജ് ടേപ്പ്, ഫ്ലാഷ് ഡ്രൈവ്, മൈക്രോ ഡ്രൈവ്, പിന്നെ എന്താണ്? റിമൂവബിൾ ഹാർഡ് ഡിസ്ക്, സിപ്പ് ഡിസ്ക്, PC കാർഡ്. ഇതൊക്കെ എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആണ് അല്ലേ? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ഈ ടീച്ചർ പറയുന്നത്. കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടോ? ഇതിലോരോന്നിനും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. സെക്കൻഡറി സ്റ്റോറേജിന് എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്ന ഇത് അല്ലേ? ഡിവൈസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? CD ആയാലും സ്റ്റോറേജ് ടേപ്പ് ആണെങ്കിലും ഫ്ലാഷ് ഡ്രൈവ് ആണെങ്കിലും എന്താണ് ഫ്ലോപ്പി ഡിസ്ക്, പെൻ ഡ്രൈവ്, ഇതൊക്കെ എന്താണ്? അതിന് എക്സാമ്പിൾ ആണ്. The secondary memory is also known as auxiliary memory and the secondary memory is also known as the auxiliary memory and is not related in the nature. Secondary memory നമുക്ക് എന്താ പറയാ? സെക്കൻഡറി മെമ്മറി ആക്സിലറി മെമ്മറി എന്ന് നമ്മൾ വിളിക്കാറുള്ളതെന്ന് പറയുന്നത് ശാശ്വതമായ മെമ്മറിയാണ് അല്ലേ? ശാശ്വതമായ മെമ്മറിയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. The information of the secondary memory can be transferred to the primary memory as and when required for processing. അല്ലേ, കമ്പ്യൂട്ടറിന് ചിലപ്പോൾ ചില വിവരങ്ങൾ ആവശ്യമായി വരുമ്പോൾ അത് സെക്കൻഡറി മെമ്മറിയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അത് നമുക്ക് കമ്പ്യൂട്ടറിന് അത് ആവശ്യമാണെങ്കിൽ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് അത് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ തന്നെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അത് ഡേറ്റകൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് പറഞ്ഞു? പ്രൈമറി മെമ്മറി, അതായത് റാമിലാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സെക്കൻഡറി മെമ്മറിയിൽ ഇരിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിന് ആവശ്യമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു അല്ലേ? അപ്പൊ എങ്ങനെ പറയാം? സെക്കൻഡറി മെമ്മറിയിലെ വിവരങ്ങൾ പ്രൈമറി മെമ്മറിയിലേക്ക് നമുക്ക് മാറ്റാം. അതിനപ്പുറം പ്രവർത്തിക്കും. അപ്പൊ എന്ത് ചെയ്യും? അത് അവിടെ ആ പ്രവർത്തിക്കുന്ന സമയം വരെ എന്ത് ചെയ്യും? ആ റാമിലൂടെ അത് കാണപ്പെടും. നമ്മളത് നേരത്തെ പഠിച്ചു. Some of the secondary storage devices of the floppy disk, hard disk, എന്താണ്? Optical disk, pen drive and memory card. Some secondary storage devices, secondary memory ക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമുക്ക് പറയാം? ഫ്ലോപ്പി ഡിസ്ക്. ഏതൊക്കെയാണ് പറഞ്ഞേ? ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക് ആൻഡ് പെൻ ഡ്രൈവ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആർ ഏതൊക്കെയാണ്? ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക് ആൻഡ് പെൻ ഡ്രൈവ്. മനസ്സിലായോ? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഫ്ലോപ്പി ഡിസ്ക്, പെൻ ഡ്രൈവ്, പിന്നെ എന്താണ് ഹാർഡ് ഡിസ്ക് ഒക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? നമ്മൾ പഠിച്ചതിനാണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു പ്രൈമറി കമ്പ്യൂട്ടർ മെമ്മറി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണ്? പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, റാം എന്നും റോം എന്നും. റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഡേറ്റകൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? റാമിലാണ് സൂക്ഷിക്കുന്നത്. പിന്നെ എന്താണ്? കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ വിവരങ്ങൾ അവിടെ നഷ്ടമാവുകയും ചെയ്യുന്നു. പിന്നെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് റാമിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് പറഞ്ഞത്. പിന്നെ റോം എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ബൂട്ട് അല്ലേ? ബൂട്ടിന്റെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ചിപ്പാണ് എന്ന് പറയുന്നത് റോം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു അതിനകത്ത് നമ്മൾ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശാശ്വതമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാം അതിനെ അസ്ഥിരമല്ലാത്ത മെമ്മറി എന്ന് റോമിനെ വിളിക്കാമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് അല്ലേ? അതിന്റെ അളവ് പറയുന്നത് ഒരു പരിധി വരെ വിവരങ്ങൾ സേവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
അഡീഷണൽ മെമ്മറി യൂസ് ചെയ്യും. ആ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറിയാണ് നമ്മൾ പറയുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് നമ്മൾ സേവ് ചെയ്യുന്ന വിവരങ്ങൾ ഡേറ്റാസ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിരിക്കും. അത് വളരെ ദീർഘകാലം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിന് ആവശ്യമായി വരുന്ന സമയത്ത് അതെന്ത് ചെയ്യാം, നമുക്ക് പ്രൈമറി മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു നമ്മൾ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു? ഏതൊക്കെയാണ്? ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, പെൻഡ്രൈവ് ഒക്കെ എന്താണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടീച്ചർ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ആൻസർ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസറിനൂടെ എല്ലാവരും പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.